ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് വിൻഷാദാണ്. ഞാൻ ഇന്ന് ഇവിടെ ഫിലാറ്റ്ലി ആൻഡ് ന്യൂമിസ്മാറ്റിക്സിന്റെ ഓപ്ഷൻ ഉണ്ട്. ഖത്തറിൽ വെച്ച് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇവിടെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഇതിന്റെ ഷോർട്സ് ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഇവിടെ സ്റ്റാമ്പ്സ് ആൻഡ് ബാങ്ക് നോട്ടിന്റെ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിവിടുത്തെ ഒരു അംഗമാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ നടക്കുമ്പോൾ ഇന്ന് ഇവിടുത്തെ പരിപാടിയായിട്ട് ഞാൻ വന്നതാണ്. സോ ഓപ്ഷൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ ആളുകൾ സാധനം വിളിച്ചെടുക്കുന്നുണ്ട്. ഈ വിളിച്ചെടുത്തതൊക്കെയാണ് ഈ കവറിൽ ഇട്ടിട്ടുള്ളത്. സോ മിക്ക സാധനങ്ങളും ഇവിടെ സെല്ലൗട്ടായി പോയിട്ടുണ്ട് ഇവിടെ ഓപ്ഷനുള്ളത്. സോ ഇതൊരു ഗംഭീര പരിപാടി തന്നെയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിയുമ്പോൾ വളരെ വൈകിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഇവിടുന്ന് ഇന്ത്യൻസിൽ തന്നെ മലയാളീസ് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ നമുക്ക് ക്ഷീണമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം നൈറ്റിലാണല്ലോ നടക്കുന്നത്, നോമ്പിനല്ലേ. അപ്പൊ കാവ, ചായ, പിന്നെ വെള്ളം, അങ്ങനത്തെ ഇതൊക്കെ കൊടുന്നു തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഊതൊക്കെ കൊടുന്നു തരും നമുക്ക് സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഹൈ ക്വാളിറ്റി ഊത് കിട്ടോ. എന്താ പറയുക, സൂപ്പർ ഊതാണ്. എന്താ പറയുക, ഈ കത്തറീസൊക്കെ യൂസ് ചെയ്യില്ലേ, അതേ ഐറ്റംസ് ആണ് നമുക്ക് കൊടുന്നു തരിക. എനിക്ക് തോന്നുന്നു അവരെന്നെ കൊണ്ടു കൊടുക്കുന്നത് തോന്നുന്നു. ഇവരാണ് കേട്ടോ മലയാളീസ്. ഇതിൽ പല ഓക്യുപ്പേഷനിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് പോയി. ഫസ്റ്റ് തന്നെ ഇരിക്കുന്നത് മട്ടൻ മന്തിയാണ്. മട്ടൻ മന്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ സലാഡ്സ്, ഹമ്മൂസ്, പിന്നെ ആപ്പറ്റൈസേഴ്സ് തന്നെ പല വിധം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്, ബക്ലാവ, അതേപോലെ സ്പാനിഷ് ഡെസേർട്സ്, ഉമ്മലി, നമ്മളെ എല്ലാവരും ഫേമസ് ഉമ്മലി. ഈ അറബികളെ ഭയങ്കര ഇഷ്ട ഒരു ഡെസേർട്ടാണത്. പിന്നെ ലസാനിയ ഉണ്ടായിരുന്നു. ലസാനിയ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. 2-3 ഐറ്റം മന്തി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വരുന്നത് ഫിഷ് കറിയാണ്. ഈ ഫിഷ് കറി ഞാൻ കൂട്ടി നോക്കിയില്ല, പക്ഷെ ആദ്യത്തെ ഫിഷ് കൂട്ടി നോക്കിയോ, അതൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഇത് വരുന്നത് ലിയൂണീസ് പൊട്ടാറ്റോ കേട്ടോ. ഇത് ഞാൻ കുറച്ചധികം എടുത്തു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു. അത് കാരണം തന്നെ ഞാൻ നല്ല എടുത്തു. ഞാൻ ഒന്നാമത് പൊട്ടാറ്റോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. പിന്നെ ഈ വൈറ്റ് ഡ്രിങ്ക് ലെബൻ ആയിരുന്നു കേട്ടോ. പിന്നെ മറ്റേത് ഉണ്ടായിരുന്നത് ഗ്രേപ്പ് ജ്യൂസും ആയിരുന്നു. ഞാൻ എടുത്തത് കുറച്ച് മട്ടൻ മന്തി, അതിൽ മട്ടനാണ് കാര്യമായിട്ട് എടുത്തത്. പിന്നെ കുറച്ച് ആപ്പറ്റൈസേഴ്സ് എടുത്തു. പിന്നെ വൈൻ ലീവ്സ്, ഫിഷിന്റെ ഒരു പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലയോണീസ് പൊട്ടാറ്റോ എടുത്തു. പിന്നെ ലസാനി. മട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിരുന്നു. നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അത് എടുക്കുമ്പോൾ ഇതിന് എല്ലുമെന്നൊക്കെ ഇങ്ങനെ വേർപ്പെടൂലേ, അതൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ലെബൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ശേഷം കുറച്ച് ഗ്രേപ്പ് ജ്യൂസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വൈൻ ലീവ്സ് ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ലെവല് സാധനം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഡെസേർട്ടിലേക്ക് കടന്നു കേട്ടോ. ഡെസേർട്ട് വളരെ കുറച്ചേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ, കാരണം ഓൾറെഡി വയറ് നല്ല ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഉമ്മലി പിന്നെ എന്തായാലും ഒന്നെടുത്ത് നോക്കി. സോ ഞങ്ങളെല്ലാവരും കൂടി ചെറിയൊരു വീഡിയോ എടുത്തു. അങ്ങനെ പരിപാടിയൊക്കെ വളരെ ഉഷാറായി നടന്നു. നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഡെസേർട്ട്സൊക്കെ പിന്നെ ഫില്ല് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പരിപാടിയൊക്കെ തീർന്നപ്പോഴത്തേനും നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടോ. സോ പരിപാടി ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞാൻ വരാൻ ഒരല്പം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ആ ഖത്തറ ഹാൾ എന്ന് എഴുതിയ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. പിന്നെ ഇതിൽ നമ്പറായിരുന്നു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബിൽഡിംഗ് നമ്പർ. സോ എവിടെയെന്ന് അറിയാത്ത കാരണം കാറ് പാർക്ക് ചെയ്തത് കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ അങ്ങോട്ട് നടക്കേണ്ടി വന്നു. ടൈം ഓൾറെഡി വളരെ ലേറ്റ് ആയിരുന്നു. 1 മണിയായിരുന്നു ഏകദേശം കഴിയാനാവുമ്പോൾ. പിന്നെ ഇത് ഖത്തറിൽ മസ്റ്റ് വാച്ച് ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ഖത്താറ കൾച്ചറൽ വില്ലേജ് ആണ്. അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ കുറേ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്, കുറേ പ്രോഗ്രാംസ് നടക്കാറുണ്ട്. തിരിച്ചു പോകുമ്പോഴും മഴ ചെറുങ്ങനെ ഒന്ന് ചാറുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു രസമായിരുന്നു കേട്ടോ, ഇങ്ങനെ മഴ ചാറുന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായി. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇപ്പൊ ചെറുങ്ങനെ ചാറുന്നേ ഉള്ളൂ.
എന്തായാലും ഇപ്പോൾ സമയം ഏകദേശം 1:45 എക്സാക്ട് പറയുകയാണെങ്കിൽ 1:43 അങ്ങനെ. സോ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം ബിൻഷാദ്.